ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്നൊരു അപ്ലിക്കേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്ട്രാവ. ഏറെക്കുറെ ഫ്രണ്ട്സിനൊക്കെ അറിയും. എന്നിരുന്നാലും സൈക്ലിങ്, അതുപോലെ തന്നെ മോർണിംഗ് റൈഡ്, സ്വിമ്മിങ്, ട്രക്കിങ് അതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു ചെയ്ത ആക്ടിവിറ്റീസ് എത്ര കിലോമീറ്ററാണ്, എത്ര ട്രക്ക് ചെയ്തു, എത്ര സ്വിമ്മിങ് ചെയ്തു എന്നുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മളെ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇതൊരു അമേരിക്കൻ ആപ്ലിക്കേഷനാണെന്ന് എൻ്റെ ഒരു അറിവ്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ സ്ട്രാവ എന്ന് സെർച്ച് ചെയ്യാം. സ്ട്രാവ മുകളിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഈ ഒരു സ്ട്രാവ എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മുകളിൽ തന്നെ സ്ട്രാവ ഓപ്പണിങ്ങിൽ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്തെടുക്കുക. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. ഫസ്റ്റ് നമ്മളെ ഒരു അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ടൈം സ്ട്രാവ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബാർകോഡുകളൊന്നും കാണിക്കത്തില്ല, ഗ്രാഫുകളൊന്നും കാണിക്കില്ല. ഇതെൻ്റെ ഫ്രണ്ട്സ് റൈഡ് ചെയ്തിട്ടുള്ള ബാർകോഡ്, അതുപോലെ തന്നെ ഗ്രാഫും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഈ ഒരു ഇത് ഓപ്പൺ ചെയ്താൽ നമ്മൾ ഫസ്റ്റ് പ്രൊഫൈൽ ആഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പ്രൊഫൈൽ ആ ഓപ്ഷൻ എടുത്തിട്ട് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ ഫോട്ടോ, ലാസ്റ്റ് നെയിം ഞാൻ കൊടുത്തിട്ടില്ല. സിറ്റി അരീക്കോട്, സ്റ്റേറ്റ് കേരള, പ്രൈമറി സൈക്ലിംഗ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ബയോ, ബർത്ത്ഡേ, മെയിൽ, വെയിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഒരു പ്രൊഫൈൽ ഇതാ സേവ് ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ മുന്നേ യൂസ് ചെയ്യുന്നത് കൊണ്ട് 243 ഫോളോയിങ് വരുന്നുണ്ട്, 90 ഫോളോവേഴ്സും ഉണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുമ്പം അതിൽ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രാവ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുള്ള ഓരോ റൈഡിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാ ഒരു കൊറോണ റൈഡ് എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ടുള്ള അവൻ്റെ ഫോട്ടോ ആണ്. അങ്ങനെ കുറേ റൈഡ് ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ ഞാൻ റൈഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു 0 ബാർകോഡ് കാണിക്കുന്നത്. നമുക്ക് പിന്നെ അല്ല ഫ്രണ്ട്സുകൾക്കൊക്കെ ഡൗട്ടിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു റൈഡ് ചെയ്യുമ്പോൾ ഇതിൽ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ ഓരോ വാക്കിംഗ് ക്ലബ്ബ്, സൈക്ലിംഗ് ക്ലബ്ബ് ഒക്കെ എങ്ങനെയാണ് അവരുടെ ക്ലബ്ബ് ലീഡർ ബോർഡിൽ ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഇത് റെക്കോർഡ് ചെയ്യേണ്ട രീതി കാണിക്കാം. താഴെ ഒരു റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ അടിക്കാം. അപ്പം ഈ ഒരു റൈഡ് ചെയ്യുന്ന ടൈം ഫുൾ ടൈം GPS ഓൺ ആയിരിക്കണം. അതുപോലെ തന്നെ സേവ് ചെയ്യുന്ന ടൈം മതി നെറ്റ്. പക്ഷെ ചില ഫോണിൽ ഫുൾ ടൈം നെറ്റും GPS ഓൺ ആയിരുന്നാലേ സേവ് ചെയ്യാൻ കറക്റ്റ് കിലോമീറ്റേഴ്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് GPS ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു നിൽക്കുന്ന പൊസിഷനിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു 8 സെക്കൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഈ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ഒരു ജസ്റ്റ് ഒരു മോർണിംഗ് ചായ കുടിക്കാനൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോ പൗസ്ഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഇവിടെ നിൽക്കുന്ന അവിടെ ഒരു പൗസ് ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും റെസ്യൂം ചെയ്തിട്ട് ഓട്ടോമാറ്റിക് പോകും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ നിൽക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ സ്റ്റോപ്പിഡ് എന്ന് കാണിക്കും. വീണ്ടും റൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഈ റെസ്യൂം എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അല്ലാതെ ഓട്ടോമാറ്റിക് റൈഡ് സ്റ്റാർട്ട് ചെയ്താൽ അത് സ്റ്റോപ്പിഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ തന്നെ ആവും. നമ്മൾ അതുവരെ കിലോമീറ്റർ എത്രയാണോ കവർ ചെയ്ത് അതേ നമുക്ക് കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും റെസ്യൂം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറഞ്ഞ ദൂരം കൂടി നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് സേവ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനിലോട്ട് കിടക്കാം. ഏകദേശം ഇപ്പോൾ 20 സെക്കൻഡോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ കാണുന്ന ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതെങ്ങനെ ഫിനിഷ് ചെയ്യാം, സേവ് ചെയ്യാൻ നോക്കാം. ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അത് കഴിഞ്ഞാൽ ടൈറ്റിൽ യുവർ റൈഡിൻ്റെ പേര്, അതുപോലെ തന്നെ ആഡ് ഫോട്ടോ നമ്മൾ റൈഡിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റൈഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഫില്ലാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കാം, മോർണിംഗ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഫോട്ടോസും ആഡ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഇത് നമ്മളൊരു 2 സൈക്കിളിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്, അത് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സേവ് എന്നുള്ള ഒരു ബട്ടൺ അമർത്തുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് സേവ് ആയിട്ടുണ്ട്. 0.15 കിലോമീറ്ററാണ് നമ്മൾ ഡിസ്റ്റൻസാണ് കവർ ചെയ്ത്. അതുപോലെ തന്നെ എലിവേഷൻ ഗെയിൻ ഇല്ല. ടൈം 23 സെക്കൻഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇതിൽ സേവ് ചെയ്യുന്നൊരു ഓപ്ഷൻ. അപ്പോൾ പിന്നെ നമ്മളെ നെക്സ്റ്റ് ഒരു ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ക്ലബ്ബ് ലീഡർ ബോർഡിൽ ജോയിൻ ചെയ്യാന്ന്. അതായത് കുറേ സൈക്ലിംഗ് ക്ലബ്ബുകൾ, അതുപോലെ തന്നെ
നമ്മളെ സ്വിമ്മിങ്, മോർണിംഗ് വാക്കിംഗ് ഒക്കെ കുറേ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ചെയ്ത റൈഡിൻ്റെ ഇത് എങ്ങനെയാണ് ക്ലബ്ബ് ലീഡർ ബോർഡിൽ വരിക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ക്ലബ്ബ് ലീഡർ ബോർഡ് എന്താണെന്ന് പറയാം. ഓരോ വീക്കിലിയാണ് സൈക്ലിങ്ങിൻ്റെ ക്ലബ്ബ് ലീഡർ ബോർഡ് കാണിക്കുക. മൺഡേ, അതായത് തിങ്കളാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച രാത്രി വരെയാണ് ക്ലബ്ബ് ലീഡർ ബോർഡ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓരോ ക്ലബ്സ് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇത് സെർച്ച് ചെയ്താണ്ട്, അതായത് സെർച്ചിങ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ക്ലബ്ബുകൾ സെർച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഓരോ ക്ലബ്ബുകളും ആ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് വഴി ഈ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ഒരു ക്ലബ്ബിൽ എങ്ങനെയാണ് ക്ലബ്ബ് ലീഡർ ബോർഡ് കാണിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ക്ലബ്സ് എടുക്കുക. ഞാൻ ഓൾറെഡി ബോൺ റൈഡേഴ്സ്, ഏറനാട് പെഡലേഴ്സ്, കാലിക്കറ്റ് പെഡലേഴ്സ്, KL71 അങ്ങനെ കുറേ സൈക്ലിംഗ് ക്ലബ്ബുകളിലുണ്ട്. അപ്പം നമുക്ക് ഏത് സൈക്ലിംഗ് ക്ലബ്ബാണോ വേണ്ടി സെർച്ച് ചെയ്യാം. അവിടുന്ന് ഞാനിത് ഏറനാട്, നമ്മളെ നാട്ടിലത്തെ ഒരു സൈക്ലിംഗ് ക്ലബ്ബാണ്, ചെറിയൊരു ക്ലബ്ബാണ്, അതൊന്ന് സെർച്ച് ചെയ്തെടുക്കാം. ആ ഒരു സൈക്ലിംഗ് ക്ലബ്ബിൽ ഏകദേശം 66 സൈക്ലിസ്റ്റുകളുണ്ട്, 18 ആക്ടിവിറ്റീസ് ഉണ്ട്, പുതിയൊരു സൈക്ലിംഗ് ക്ലബ്ബാണ്. അപ്പം ആ ഒരു സൈക്ലിംഗ് ക്ലബ്ബിൻ്റെ ഈ ഒരു വീക്കിൽ, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ ഒരു 3 ദിവസങ്ങളിൽ വന്നിട്ടുള്ള 482 കിലോമീറ്ററാണ് ടോട്ടൽ റൈഡേഴ്സ് കവർ ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു ക്ലബ്ബിലെ റൈഡേഴ്സ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലീഡർ ബോർഡ് നമുക്ക് നോക്കാം. ഈ ഒരു ക്ലബ്ബിൻ്റെ ഇപ്പോൾ ഇതാ ഫസ്റ്റിൽ നിൽക്കുന്ന സുഹൈർ സി, അതായത് ഈ ഒരു 3 ദിവസം 135 കിലോമീറ്റർ കവർ ചെയ്തു. സെക്കൻഡ് സനൂഫ്. അങ്ങനെയാണ് ഈ ഒരു ക്ലബ്ബ് ലീഡർ ബോർഡ് വരുന്നത്. അപ്പോൾ ഞാനും ഇപ്പം കുറഞ്ഞ രീതിയിൽ ഒന്ന് റൈഡ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ എൻ്റെ സ്ഥാനം എത്രയാണ് നോക്കാം. 12ാം സ്ഥാനത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഷാമിലറ്റ് റീക്കോർഡ് 0.2 കിലോമീറ്റർ. അങ്ങനെയാണ് ക്ലബ്ബ് ലീഡർ ബോർഡിൽ കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു റൈഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലബ്ബ് ലീഡർ ബോർഡിൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഏറനാട് പെഡലേഴ്സിൻ്റെ സ്ട്രാവ ലിങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് വെൽക്കം ഗ്രൂപ്പ് ലിങ്കും താഴെ കൊടുക്കുക. താല്പര്യമുള്ള സൈക്ലിസ്റ്റുകൾ ഈ ഒരു ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ നെക്സ്റ്റ് ഈ ഒരു സ്ട്രാവ എന്നുള്ളൊരു ആപ്ലിക്കേഷനിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ചലഞ്ചസ്, അതുപോലെ തന്നെ സെഗ്മെൻറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വയനാട് റൈഡ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സുകൾക്ക് അറിയാം. ഏറ്റവും കുറഞ്ഞ ടൈം വയനാട് ചുരം അച്ചീവ് ചെയ്യുക. അപ്പോൾ ഏകദേശം 37 മിനിറ്റ് കൊണ്ട് 36 മിനിറ്റ് കൊണ്ടാണ് നമ്മളെ ഫ്രണ്ട്സ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 25,000 രൂപയാണ് ആ ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ എങ്ങനെയാണ് കുറേ ഫ്രണ്ട്സുകളെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ കഴിയും. താഴോട്ട് പോയി നോക്കുമ്പോൾ ഇതാ ജോയിൻസ് കാണാം. അപ്പോൾ ഇതാ വിഘ്നേഷ്, അങ്ങനെ കുറേ നമ്മളെ ഇപ്പോൾ ഇതിൽ നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സുകളൊക്കെ പോയിട്ട് നമുക്ക് ഫോളോ ചെയ്യാം. സാധാ നോർമൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെ തന്നെ. ഇപ്പോൾ ഞാൻ റോണി പുളിയക്കോട്, അതുപോലെ തന്നെ ശരത്ത്, ഇങ്ങനെ നമ്മളെ പരിചയത്തിലുള്ളതും നല്ല റൈഡേഴ്സിനൊക്കെ പോയി ഫോളോ ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസിങ്. ഇത് നോർമൽ എനിക്കറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് ട്രെയിനിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ട്രെയിനിങ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ അടിക്കുക. അപ്പോൾ ഏകദേശം ഫസ്റ്റ് 30 ഡേ, അതായത് 1 മന്ത് ഫ്രീ ട്രയലായിട്ട് ഈ ഒരു ഇതിൽ ട്രെയിനിങ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ ഫസ്റ്റ് ട്രയൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇതിലും ഒരു ട്രെയിനിങ് ഓപ്ഷൻ ഉണ്ട്. ഇത് ഓരോരോ ഫ്രണ്ട്സുകൾ റൈഡ് ചെയ്തിട്ടുള്ള റൈഡിൻ്റെ ബാർകോഡ്, ഫോട്ടോ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതപ്പോൾ ഈ സുഹൈർ ഇന്ന് മോർണിംഗ്, സുഹൈർ നമ്മളെ ഏറനാട് പെഡലേഴ്സിൽ ഫസ്റ്റ് അടിച്ചിട്ടുള്ള സുഹൈർ ഇന്ന് മോർണിംഗ് ചെയ്തിട്ടുള്ള 45 കിലോമീറ്ററാണ്. 1 hour 47 മിനിറ്റാണ്. എലിവേഷൻ ഗെയിൻ 517 m. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സുകൾക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള സൈക്ലിങ്, ട്രെക്കിങ് പോലത്തെ ഓരോ ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ പരിചയപ്പെടുത്താണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോൻ്റെ ലെങ്ത്ത് നല്ല കൂടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ട്രാവ ആപ്ലിക്കേഷനിൽ ഇനിയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ മറുപടി അയക്കാം. അതുപോലെ തന്നെ ഇനി ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു റിവ്യൂ എന്ന് പറയാം, എന്നിരുന്നാലും ഒരു വീഡിയോ ആക്കി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാം.
അപ്പം ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി റൈഡ് വരുന്നുണ്ട്. ഇപ്പം നല്ല മഴയാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി റൈഡുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.